എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പ് കൂടി തന്നേക്കണം. വീഡിയോ റിയാക്ട് ചെയ്യാനുണ്ടായ കാര്യം എന്ന് വെച്ചാൽ ഈ വീഡിയോയുടെ ലിങ്ക് എനിക്ക് ഒരാൾ അയച്ചു തന്നിട്ട് ഇത് റിയാക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് തോന്നി ഇതിൽ ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല എന്ന്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു വീഡിയോയെ കുറിച്ചിട്ട് റിയാക്ട് ചെയ്യാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരാളെ നമ്മൾ ഒന്ന് തെറി വിളിക്കുന്ന നന്മയാണെന്നോ അല്ലെങ്കിൽ തെറി വിളിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നല്ല ചെയ്യുന്നത്. അല്ലാതെ ഞാൻ കോമൺ ആയിട്ടൊരു കാര്യം പറയുന്നതെന്ന് വെച്ചാൽ ഒരാളെ തെറി വിളിച്ചാൽ അത്രയ്ക്ക് ഇത്രയേ ഉള്ളൂ, ഒരാളെ ഒരു അടി കൊടുത്താലും അത്രയ്ക്ക് ഇത്രയേ ഉള്ളൂ. പക്ഷെ അതല്ലാതെ ഒരു മനുഷ്യന്റെ അവസ്ഥയെ, ഒരു മനുഷ്യന്റെ ദുരവസ്ഥയെ, ഒരു മനുഷ്യന്റെ ആരോഗ്യപരമായ കുറവിനെ, ഒരു മനുഷ്യന്റെ രോഗാവസ്ഥയെ നമ്മൾ ഒരിക്കലും വില കുറച്ച് കാണരുത്. ഒരു വ്യക്തിയുടെ രോഗാവസ്ഥയെ എടുത്തു പറഞ്ഞ് ഒരിക്കലും നമ്മൾ സംസാരിക്കരുത്. അങ്ങനെ സംസാരിക്കുന്നത് ആരാണെങ്കിലും തെറ്റ് തന്നെയാണ്. ആ ഒരു തെറ്റിന് ഒരിക്കലും ദൈവത്തിന്റെ മുന്നിൽ മാപ്പ് കിട്ടുകയല്ല. ഒരു 100,000 തവണ ഒരു ദിവസം നിങ്ങൾ ദുആ ചെയ്താലും, നിങ്ങൾ ഒരു ദിവസം എത്ര തവണ നിസ്കരിച്ചിട്ട് മാപ്പ് ചോദിച്ചു കഴിഞ്ഞാലും ആ പറയുന്ന വാക്കിനുള്ള മാപ്പ് നിങ്ങൾക്ക് കിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു വ്യക്തിയെ ഒരിക്കലും നമ്മൾ ഞൊണ്ടിക്കാലി എന്ന് വിളിച്ച് ഷെഫീന ബീഗത്തെ ഇവര് അപമാനിച്ചത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ഷെഫീന ബീബിയെ പറഞ്ഞത് കൊണ്ടല്ല, ആരെ പറഞ്ഞു കഴിഞ്ഞാലും, ആരെ ഇത്തരത്തിൽ ബോഡി ഷേമിങ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ട് കഴിഞ്ഞാൽ ഞാൻ അതിനെ റിയാക്ട് ചെയ്യുക തന്നെ ചെയ്യും. കാരണം ആരുടെയും രോഗാവസ്ഥയെ ഒരിക്കലും അങ്ങനെ പറയുന്നത് ശരിയല്ല. ഈ പറയുന്ന ഷെഫീന ബീവി പലയിടത്തും പറഞ്ഞത് കേട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അവരുടെ ഭർത്താവിന് പെട്ടെന്ന് അവരുടെ ഭർത്താവിന് എനിക്ക് തോന്നുന്നു നെഞ്ചുവേദന എന്തോ പ്രശ്നം വന്ന് പുള്ളിക്കാരൻ മരണപ്പെട്ടു. അപ്പോൾ ഇവർ കുഴഞ്ഞു വീണു. ഇവരങ്ങനെ ആ ഒരു അവസ്ഥയിൽ അവരുടെ ആ ഒരു അരയ്ക്ക് കീഴേ ഭാഗത്തിന് കുറച്ച് തളർന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി. അത് എത്രത്തോളം തളർന്നു പോയി എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു അവർ പതുക്കെ പിടിച്ച് നടക്കുന്നത് കണ്ടിട്ടുണ്ട് ചില വീഡിയോസിലൊക്കെ. അപ്പോൾ അവരുടെ ആ ഒരു അവസ്ഥയെ അവര് ഓടിച്ചാടി, നമ്മളെയൊക്കെ പോലെ തന്നെ ഓടിച്ചാടി നടന്നിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അവരുടെ ഭർത്താവിന്റെ മരണം അവരെ അത്രത്തോളം വലിയൊരു ഷോക്കിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ അതിൽ നിന്ന് അവർ റിക്കവറി ചെയ്ത് വന്നപ്പോൾ അവരുടെ അവസ്ഥ ഇങ്ങനെ ആയിപ്പോയതാണ്. ആ ഒരു അവസ്ഥയെ ഒരിക്കലും ഞൊണ്ടിക്കാലി എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുമ്പോൾ നമുക്ക് നാളെ അങ്ങനെ സംഭവിച്ചു കൂടാതില്ലല്ലോ. നമുക്ക് നാളെ അങ്ങനെ സംഭവിക്കില്ല എന്ന് എന്താണ് ഉറപ്പ്? ആർക്കെങ്കിലും ആരുടെയെങ്കിലും ആരോഗ്യത്തിലോ ജീവനിലോ ജീവിതത്തിലോ എന്തെങ്കിലും ഒരു ഗ്യാരണ്ടി പറയാൻ പറ്റുമോ? ഇപ്പോൾ നല്ലൊരു ലൈഫായിരിക്കാം നെജിലയുടെ കൂടെയുള്ളത്. ഇപ്പോൾ പലരും ഇതിനു മുമ്പും നെജില 1 കെട്ടി 2 കെട്ടി 3 കെട്ടി എന്നൊക്കെ പറയുന്ന സമയത്ത് ഞാൻ അതിനെ ശക്തമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പക്ഷേ അവരുടെ ആ ഒരു സാഹചര്യം മൂലം നേരത്തെ വിവാഹം കഴിച്ച അതുമായിട്ട് അവർക്ക് പൊരുത്തപ്പെട്ടു പോകാൻ സാധിച്ചിട്ടുണ്ടാവില്ല. ഒരു മനുഷ്യന് അവരനുഭവിക്കുന്നവർക്കേ അറിയത്തുള്ളൂ അതുകൊണ്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുള്ള കാര്യം. അത് പുരുഷന്റെ കാര്യത്തിലായാലും സ്ത്രീയുടെ കാര്യത്തിലായാലും അവർക്ക് എന്ത് ബുദ്ധിമുട്ടാണ് അവരുടെ ലൈഫിൽ ഉണ്ടായതെന്ന് അവർക്ക് മാത്രമേ പറയാൻ സാധിക്കൂ. നമുക്ക് ആർക്കും അറിയില്ല. ഈ പുരുഷൻ 4 5 കെട്ടുമ്പോൾ ആർക്കും ഒരു പരാതിയില്ലല്ലോ. ഒരു പെണ്ണ് 3 കെട്ടിയപ്പോൾ എല്ലാവർക്കും വലിയ പരാതിയാണോ എന്നൊക്കെ ഞാൻ പല തവണയും വീഡിയോയിലൂടെ ചോദിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഈ ഒരു കാര്യം നെജില പറഞ്ഞപ്പോൾ വളരെ മോശമായി പോയി. നെജില, നമ്മളെല്ലാവരും ഇപ്പോൾ നമുക്ക് ആരോഗ്യമുണ്ട്, നമ്മൾ നടക്കുന്നു, ഓടുന്നു, എല്ലാം നമ്മൾ ചെയ്യുന്നു. പക്ഷെ നമ്മൾ പുറത്തിറങ്ങി ഒന്ന് നടക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും തെറ്റി വീണ് നമ്മുടെ കാലൊന്ന് ഒടിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കിടപ്പിലായി പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമ്മൾ നടന്നു പോകുമ്പോൾ നമുക്കൊരു റോഡ് ആക്സിഡന്റ് വന്ന് കൈയും കാലും ഒക്കെ മുറിച്ച് കളയുന്ന ഒരുപാട് ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിലൂടെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഞങ്ങളും ഞൊണ്ടിക്കാലികളാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. എത്ര ആളുകൾ, വളരെ സുന്ദരമായ ശരീരത്തോടു കൂടിയ ആളുകൾ, നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്ന ആളുകൾ അപകടങ്ങൾ സംഭവിച്ച് അവർക്ക് കട്ടിലിൽ നിന്നും ഒന്ന് സ്വന്തമായിട്ട് അനങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ കഴിയുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പോൾ ആരെയും ഞൊണ്ടിക്കാലി എന്നൊക്കെ വിളിച്ച് വില കുറച്ച് കാണരുത്. അത് ആ ഒരു അവസ്ഥ നമുക്ക് ആർക്കും സംഭവിക്കാം. നമ്മുടെ ഭർത്താവിനായാലും നമ്മുടെ മക്കൾക്കായാലും നമ്മുടെ സഹോദരങ്ങൾക്കായാലും നമ്മൾ വളരെയധികം സ്നേഹിച്ച് നമ്മൾക്ക് വാത്സല്യം തന്ന് വളർത്തിയ നമ്മുടെ മാതാപിതാക്കൾക്കായാലും അങ്ങനെ നമുക്ക് പ്രിയപ്പെട്ട ആർക്ക് വേണമെങ്കിലും അതൊക്കെ സംഭവിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നെജിലയോട് പറയട്ടെ, മുമ്പ് ഇതുപോലെ സംസാരിക്കുന്ന ഒരാളായിരുന്നു നമ്മുടെ ഷാജി എപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു. ഷാജിയുടെ വീഡിയോയിലും ഈ പുള്ളിക്കാരത്തെ ഞൊണ്ടിക്കാലി എന്ന് അധിക്ഷേപിക്കുന്നത് കണ്ടിട്ടുണ്ട്. രേണുസുതിയും ഇതുപോലെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ പലരും ഈ ഒരു വാക്ക് ഉപയോഗിക്കുന്നത് കേട്ടിട്ടുണ്ട്. നമുക്ക് ദേഷ്യം വരുമ്പോൾ നമുക്ക് എന്തെല്ലാം പറയാം. ഒരു വ്യക്തിയെ നമ്മുടെ കലി തീർക്കാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരുമ്പോൾ പറയാനായിട്ട് എന്തെല്ലാം പറയാം. ആ ഒരു വ്യക്തിയുടെ രോഗാവസ്ഥ ഒഴിച്ചിട്ട് മറ്റെന്ത് വേണേലും പറയുന്നെങ്കിൽ അത്രയ്ക്ക് ഇത്രയേ ഉള്ളൂ. പക്ഷേ ഇത്തരത്തിൽ ഒരു വ്യക്തിയുടെ രോഗാവസ്ഥയെ കുറിച്ചിട്ട് പറയരുത്. പിന്നീട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് പറയാനുള്ളത്, നീ തള്ളി വന്നിട്ട് എന്റെ വീട്ടിൽ നിന്ന് വെള്ളം അതുപോലെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരാൾക്ക് നമ്മൾ കഴിക്കാനായിട്ട് ഭക്ഷണം കൊടുത്തിട്ട് അത് വിളിച്ച് പറയാതിരിക്കുക.
അപ്പോൾ ഇവർ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ ഒരു വീട്ടിൽ ചെന്നിട്ട് വെള്ളമൊക്കെ കുടിച്ചു എന്നാണ് പറയുന്നത്. എന്താ നെജില ഇത്? കുടിക്കാൻ ഒരാൾക്ക് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ ഇങ്ങനെ വിളിച്ച് പറയാമോ? അങ്ങനെയൊക്കെ നമ്മൾ ആരുടെയും വീട്ടിൽ നിന്ന് നമ്മളാരും കഴിച്ചിട്ടില്ലാത്തവരാണോ കുടിച്ചിട്ടില്ലാത്തവരാണോ? നമ്മളൊരിടത്ത് ചെന്ന് കഴിഞ്ഞാലും നമുക്കൊരാൾ തുള്ളി വെള്ളം തരും, ഒരു നേരത്തെ ഭക്ഷണം തരും എന്ന് കരുതിയിട്ട് അത് അവർ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്താവും? പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് ഞാൻ അവർക്ക് തിന്നാനും കൊടുത്തു കുടിക്കാനൊക്കെ വെള്ളം കൊടുത്തു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഈ പറയുന്ന ഷെഫീന ബീബിക്ക് വെള്ളം കുടിക്കാൻ ഇല്ലാഞ്ഞിട്ടാണോ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നത്? അവർക്ക് കുടിക്കാൻ വെള്ളത്തിന് എന്താ കുറവ്? അവർക്ക് വെള്ളം വേണമെങ്കിൽ കുടിക്കാൻ അവർക്ക് അതിനുള്ള നിവൃത്തിയൊക്കെ അവർക്ക് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി എത്ര നിവൃത്തിയില്ലെങ്കിലും നമ്മൾ ഒരാളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്കൊരാൾ ഇത്തിരി ഭക്ഷണമോ വെള്ളമോ തന്നിട്ട് അവരത് വിളിച്ച് പറയുമ്പോൾ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വിളിച്ച് പറയുമ്പോൾ ആ ഒരു വ്യക്തിക്ക് നേരിടുന്ന ഒരു അപമാനം എത്രത്തോളമാണ് എന്നതിനേക്കാളേറെ നമ്മളുടെ അഭിമാനത്തെയാണ് അവിടെ മറ്റുള്ളവർ ചോദ്യം ചെയ്യുന്നത്. അയ്യേ, ആ ഒരു വ്യക്തിയുടെ വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കരുത്, വെള്ളം കുടിക്കരുത്, അവർ വിളിച്ച് പറയും എന്നൊക്കെ മറ്റുള്ളവർ നമ്മളെ വിലയിരുത്തും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. അപ്പോൾ നിങ്ങളോട് എനിക്ക് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല. നിങ്ങളെ ഞാൻ എൻ്റെ സ്വന്തം അനിയത്തിയെ പോലെ കണ്ടിട്ടാണ് ഞാൻ ഓരോ വീഡിയോയിലും നിങ്ങളുടെ ശരികളും തെറ്റുകളും ഒക്കെ വിളിച്ച് പറഞ്ഞ് ഞാൻ നേരത്തെയും വീഡിയോ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ പിന്നീടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഈ പുള്ളിക്കാരത്തിയുടെ ഭർത്താവ് പറയുന്ന ചില വാക്കുകളുണ്ട്. പിന്നെ ഞൊണ്ടിക്കാലി ഷെഫീനാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നീ തള്ളി വന്നിട്ട് എന്റെ വീട്ടിൽ നിന്ന് വെള്ളവും ഞാൻ ഉള്ള ഒരു ദിവസം വന്നാണ്, നീ ഒന്ന് വന്നാണ്, നീ ഒരു ദിവസം വന്നിട്ട് പോയില്ല എൻ്റെ വീട്ടിൽ, ഇവളെ വീട്ടിൽ വന്നിട്ട് പോയില്ലേ? നീ ഒരു ദിവസം വാടി, നിന്റെ ഞൊണ്ടിക്കാലാണ് കപ്പ ആണ് ഒക്കെ നോക്കാം. എന്നെ തെറി വിളിക്കുന്നതല്ല, കാരണം എന്താ വെച്ചാൽ എന്നെ ഇത്രയും ദ്രോഹിച്ചവള്. എടി ജീവിക്കാൻ വേണ്ടി നിനക്കൊക്കെ എന്ത് ദ്രോഹം ചെയ്യുന്ന, എന്ത് ദ്രോഹം ചെയ്ത? നീയൊക്കെ കുറേ കയറി മറ്റേ കപ്പേര പൂളയ്ക്കകത്ത്. എനിക്ക് ഇങ്ങനെയൊക്കെ വരും കേട്ടോ. ഞാൻ അങ്ങനത്തെ ഒരാളാണ്. ഞാൻ സിറ്റിയിലും ഞാൻ ശരിക്കും ജനിച്ച ഗ്രാമത്തിലാണ്. അപ്പൊ ആ ഭാഷ എനിക്ക് അങ്ങനെ വരും. കപ്പളങ്ങ മോറി. എനിക്ക് ഇത്ര പറയാനുള്ളൂ, ഒന്നും പറയില്ല. നിനക്ക് ഇങ്ങനെ തുടർത്തുക. നിന്റെ ബാക്കി കേസ് ഇതാണ്. നിന്റെ അഡ്രസ്സിൽ അടുത്ത ബാക്കി വരുന്നുണ്ട്, നിന്റെ മാപ്പിളര അഡ്രസ്സിൽ. നീ ആരാണ് എന്താണെന്ന് ലൈവ്. നീ വലിയ മുണപ്പ് കാണിക്കുന്നില്ലേ? എടി, നീ വലിയ മുണപ്പ് കാണിക്കുന്നില്ലേ? കരിമ്പൂറി ഞാൻ കാണിച്ചു തരാം. നീ ആറ്റിങ്ങക്കാരിയാണല്ലോ. നിനക്കുള്ള പണി ഇതാ വരുന്നേ ഉള്ളൂ. നീ ഇത്ര പറഞ്ഞ് നെജിലിന്റെ ബാക്കിൽ ഞാനുണ്ട്, നെജിൽ എങ്ങനെ ജീവിക്കും ഓത്ത് കാണിച്ചു തരുന്നു. ഇത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തായാലും നെജിലയുടെ ഭർത്താവിനോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, പൊന്നു സഹോദര, വളരെ മോശമായിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണോ പറയുന്നത്? ഇത്തരം വൃത്തികെട്ട വാക്കുകളൊക്കെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് സ്ത്രീകളെ പറയുമ്പോൾ വളരെ മോശമായിട്ടുണ്ട്. സമൂഹം നിങ്ങളെ ഏത് രീതിയിലാണ് കാണുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. നിങ്ങൾക്കതൊന്നും വിഷയമായിരിക്കില്ല. പക്ഷേ പൊതുവെ സ്ത്രീകളെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇത്രയും മോശമായ രീതിയിൽ അപമാനിക്കുന്ന കണക്ക് സംസാരിക്കാതിരിക്കുക. നമ്മളിപ്പോ പരസ്പരം സ്ത്രീകൾ തമ്മിൽ വഴക്ക് പറയോ തെറി വിളിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത്രയ്ക്ക് ഇത്രയേ ഉള്ളൂ. അല്ലാണ്ട് പുരുഷന്മാർ വന്നിട്ട് സ്ത്രീയുടെ പേര് പറഞ്ഞിട്ട് സെക്ഷൽ ആയിട്ടുള്ള ഓരോ ചേഷ്ടകളൊക്കെ കാണിച്ചിട്ട് അവർ തെറിയൊക്കെ വിളിക്കുന്ന സമയത്ത് അവർ കൊണ്ടുവന്ന് പരാതി കൊടുത്തു കഴിഞ്ഞാൽ അത് കേസ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് തന്നെ ഞാൻ കരുതുന്നു. പക്ഷേ നിങ്ങൾ ഓർക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു പെൺകുട്ടിക്ക് നല്ലൊരു ജീവിതം കൊടുക്കാനാണ് മുന്നോട്ട് വന്നത്. ആ പെൺകുട്ടിയെ സംരക്ഷിച്ച് അവരുടെ കുട്ടികളെ സംരക്ഷിച്ച് സന്തോഷത്തോടു കൂടി കഴിയാനായിട്ട് വന്ന നിങ്ങൾ വെറുതെ ആവശ്യമില്ലാതെ പുലിവാല് പിടിക്കുന്ന പ്രവൃത്തിയിലേക്കൊന്നും പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഇത് എനിക്ക് പറയാനുള്ളൂ. വളരെ മോശമായി പോയി നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കാണിച്ച ആ ഒരു ചേഷ്ടകള്. അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയം കണ്ടപ്പോഴത്തേക്ക് ഇതിനെ പ്രതികരിക്കണമെന്ന് തോന്നി. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്. ഇത് കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.